ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ജെയ്സ് വാരിയസിന്റെ ഓണറാണ്, യേശൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ കട്ടപ്പനക്കാരനാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് പല്ലുപോലും തെച്ചിട്ടില്ല. അത്രയ്ക്കും എനിക്ക് നിങ്ങളോട് ഈ കാര്യം തുറന്നു പറയണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഓടി വന്ന് ഈ ഡ്രസ്സെല്ലാം മാറ്റി സകലതും വലിച്ചു കയറ്റിയിട്ട് ചുമ്മാ ഷോയും കാണിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് ഇത് പറയുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആഹ്, ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം ഞങ്ങൾ ഇവിടുന്ന് പടച്ചു വിടാൻ പോവാണ്. അതായത് വരുന്ന 1/8/2026 ഞങ്ങൾ ഇവിടുന്ന് ജെയ്സ് വാരിയേഴ്സിന്റെ ബാനറിൽ പണിപ്പുര എന്ന ഷോർട്ട് ഫിലിം, മരുനാഥൻ നായർ സംവിധാനം ചെയ്ത പണിപ്പുര എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാണ്. അതിലുപരി അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ മറ്റൊരു വലിയ കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ അനിയനും കൂടെ ഈ ഷോർട്ട് ഫിലിം നമ്മുടെ പ്രശസ്തനായ ബിസിനസ് ടൈക്കൂൺ ബോബി കുര്യൻ സാറിന്റെ അടുത്ത്, അതായത് നമ്മുടെ പണി സിനിമയിലെ വാറന്റ് ഡേവി, അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം കാണിക്കുകയും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുള്ള കുറെ കറക്ഷൻസ്, അതിൽ വരുന്ന കുറെ മാറ്റങ്ങൾ, അദ്ദേഹം എൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ഇതിന്റെ പോസിബിലിറ്റീസ്, അതായത് സാധാരണ മനുഷ്യന്റെ ലൈഫിൽ എന്തിനാണ് ഇതിന്റെ പോസിബിലിറ്റി, ഒരു നിസ്സാരമായി പറഞ്ഞു കാണുന്നുണ്ട്. ഇത് ദൃശ്യ സിനിമയില് വീട്ടില് ഒരു വിളിക്കാത്ത അതിഥിയായി കടന്നു വരുന്ന വരുണിനെ കൊന്നു കളഞ്ഞതിന് ശേഷം, അതായത് അവർക്ക് റെസിസ്റ്റൻസിന് വേണ്ടി ചെയ്തതാണ്. ആ റെസിസ്റ്റൻസ് വേണ്ടി ചെയ്ത കാര്യം സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ തീരും അതോടെ. അതായത് വീട്ടിൽ വന്ന് കയറി മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെയാണ് കൊന്നു തള്ളിയത്. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർ ചെയ്യേണ്ടത്, ഒരു ഇടുക്കിക്കാരൻ ഇത് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കറക്ഷൻസ്, ഇതിന്റെ ഒരു ലെങ്ത് കൂടുതൽ, ഇത്തരത്തിലുള്ള കുറെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു. അപ്പോ ചോദിച്ചാൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിനകത്ത് ഡയറക്ടറുമായിട്ട് സംസാരിച്ചെങ്കിലും ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ബോയിച്ചായൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അവനെ വിശ്വാസമുണ്ട്, അവൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്നും ഇന്നും എല്ലാം ഉണ്ട്. ബോയിച്ചായൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ബോയിച്ചായൻ പക്ക പ്രൊഫഷണൽ ആണ്, ഒരു ബിസിനസ് ടൈക്കൂൺ ആണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ടൈക്കൂൺ ആണ്. അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ രീതികളും അത്തരത്തിലായിരിക്കും. അദ്ദേഹം വാച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്റെ ഷോർട്ട് ഫിലിം കാണിച്ച സമയത്ത് ബോയിച്ചായൻ ഒരു സെക്കൻഡ് പോലും ഇരുന്നായിട്ട് ഞാൻ കണ്ടില്ല. ബോയിച്ചായൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് തന്നെയാണ് അത് ഫുള്ള് കണ്ടു തീർത്തത്. അതുപോലെ തന്നെ നമ്മുടെ സുചിത്ര നായർ സീരിയൽ ആക്ട്രസ് ആയിരുന്നു, ഇപ്പോ ബോയിച്ചായന്റെ പുതിയ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. ആ മേഡം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം കഴിയുന്നോണം വരെ മേഡം എന്തോ വലിയ തിരക്കുണ്ടായിരുന്നു, എങ്കിലും മേഡം ഫുൾ ടൈം വെയിറ്റ് ചെയ്ത് അത് മുഴുവൻ വാച്ച് ചെയ്തതിന് ശേഷമാണ് മേഡം അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഇനി എൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് ഞാൻ വരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണിപ്പുര 2 ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതായത് പണിപ്പുര 2 റിലീസ് ചെയ്യാൻ പോകണമെന്നല്ല പറയുന്നത്, പണിപ്പുര 2 നിങ്ങൾ ഉടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. കാരണം എനിക്ക് ഇതിന് മുന്നിൽ വന്നിരുന്ന പല സംശയങ്ങളും, അതായത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഇത് സാധ്യമാവും, എങ്ങനെ ഇത് സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഇതൊരു ഇടുക്കിക്കാരനിൽ നിന്നും ഇത് എങ്ങനെ ഇത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് ഞാൻ അവരോട് പറഞ്ഞില്ല. പറയാത്തതിന് കാരണം, അവനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ അടുത്ത പാർട്ടിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരവ് എനിക്ക് തരും എന്നുള്ള ഉറപ്പ്. അവനൊരു സാധാരണ ഷോർട്ട് ഫിലിം ഡയറക്ടർ അല്ല. അവന്റെ ഉള്ളിൽ ശരിക്കുള്ള സിനിമ, അതായത് മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡയറക്ടറായിട്ട് അവൻ ഉയർന്നു വരാനുള്ള കഴിവുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കാതിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് രാത്രി 8 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട്, നീ എവിടെയെങ്കിലും ഇരിക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞു. ഇതിന്റെ 2ാം ഭാഗത്തിന്റെ കഥ, തുടക്കവും ലാസ്റ്റ് ടെയിൽ എൻഡും മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ മുഴുവൻ ഒരു സെക്കൻഡിൽ അവൻ തീർത്തു തന്നു. പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്ക് രോമാഞ്ചം അടിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് അവനെ സല്യൂട്ട് ചെയ്തു. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലാവുന്നു എന്നുള്ളൊരു വാക്യം. അതാണ് ശരിക്കും അവനെൻ്റെ. ഞാൻ അവനെ അത്രത്തോളം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ ഒരുത്തനാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത്. അവൻ്റെ അടുത്ത് ഈ ഫസ്റ്റ് പാർട്ടിന്റെ ചെറിയ പോർഷൻസ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് സിനിമയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ പല ഡയറക്ടേഴ്സും, ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരെ വരെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്തത് ജയേഷാണ്. അപ്പോൾ ഇനി ഇതിന് എത്ര കാലം കഴിഞ്ഞാലും അരുൺ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടത്തിന്റെ സംവിധായകൻ എപ്പോഴും ജെയ്സ് വാരിയേഴ്സിന്റെ ഓണർ ജയേഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മുന്നേറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വളരാൻ പറ്റത്തുള്ളൂ. കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഒരു സമയത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു തന്നിരിക്കും.
ഇത് വെറും വാക്കല്ല, ചെയ്ത് കാണിച്ചു തന്നതിന് ശേഷം മാത്രം പറയുന്ന വാക്കുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.